അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുവാനുള്ള പ്രയത്നത്തിലാണ് നാം. ആ പ്രയത്നത്തിൻ്റെ ഇടയിലാണ് നമ്മെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 ഷർറുകളെ നാം വിഷയമാക്കിയത്. അഥവാ വസ്വാസ് എന്നതും ഹവ എന്നതും ഈഗോ എന്നതും. ഇത് വളരെ ഗുരുതരമായ മനസ്സിൻ്റെ ചില പ്രശ്നങ്ങളാണ്, ചില ഷർറുകളാണ്. നമ്മുടെ ഹൃദയത്തിലാണ് അത് ബാധിക്കുന്നത്. ഹൃദയത്തെ ബാധിക്കും എന്നതിനാണ് നാം അത് ചർച്ചയാക്കിയത്. ആത്മാവിനെ കളങ്കപ്പെടുത്തും എന്നതിനാണത്. കാരണം വിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്കാണ് ഇറങ്ങിയത്. ഹൃദയം കൊണ്ടാണ് അത് തദബ്ബുർ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. തീർച്ചയായും അത്, അഥവാ വിശുദ്ധ ഖുർആൻ, തൻസീലു റബ്ബിൽ ആലമീൻ, സർവ ലോകങ്ങളെയും പടച്ചവൻ, സൃഷ്ടിച്ച റബ്ബിൽ നിന്നും ഇറങ്ങിയ ഒരു പ്രത്യേകമായ ഇറക്കമാണത്. തൻസീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൽ നിന്നും ഇറങ്ങിയ ഒരു പ്രത്യേക തരം ഇറങ്ങലാണത്. നസല ബിഹി അർ-റൂഹുൽ അമീൻ, പരമവിശ്വസ്തനായ പരിശുദ്ധാത്മാവ് ആയ ഒരു മാലാഖയാണ് അതുമായി ഇറങ്ങി വന്നത്. തിരുദൂതരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത് ആ മാലാഖയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിന്മേലാണത്, ഹൃദയത്തിലേക്കാണത്. ലിതകൂന മിനൽ മുൻദിരീൻ, നീ താക്കീത് കൊടുക്കുന്നവരാകാൻ. ഹൃദയത്തിലേക്കാണ്. ലൈസ അലാ റഇസിക, നസല ബിഹി റൂഹുൽ അമീൻ അലാ റഇസിക അല്ല, നിന്റെ തലയിലേക്കല്ല. തലയിൽ കുറെ കൊണ്ട് നടക്കുന്ന ഇൻഫർമേഷനുകളുണ്ട്. അതൊരിക്കലും നമ്മെ വിശ്വാസത്തെയോ നമ്മുടെ സ്വഭാവത്തെയോ സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ല. എത്രയെത്ര അറിയുന്ന ആളുകൾ തലയിൽ കൊണ്ട് നടക്കുന്ന ജ്ഞാനം, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ മാത്രമേ പരിവർത്തനം ഉണ്ടാകൂ. അതിനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ അധ്യായം 46-ാമത്തെ വചനം നാം ഒന്ന് പരിശോധിക്കുക. അഫലം യസീറൂ ഫിൽ അർദ്, അപ്പോൾ അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എത്ര സഞ്ചരിക്കുന്നു, എത്ര ടൂർ അടിക്കുന്നു. ഏതെല്ലാം ദീർഘയാത്രകൾ, ഭൂമിയിലൂടെ കാലെടുത്ത് വെച്ച് നടക്കുന്ന ഓരോ നടത്തവും, കാണുന്ന ഓരോ കാഴ്ചയും, കേൾക്കുന്ന ഓരോ ശബ്ദവും. അഫലം യസീറൂ ഫിൽ അർദി ഫതകൂന ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ടാകണം. അവർക്ക് ഹൃദയങ്ങളുണ്ടാവുകയും യാഖിലൂന ബിഹാ, അതുകൊണ്ട് ചിന്തിക്കുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ഹൃദയം. ഔ ആദാനുൻ യസ്മഊന ബിഹ, ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഒരു കേൾവി, ഒരു കാത്. ഔ ആദാനുൻ യസ്മഊന ബിഹ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്ക്, ബാഹ്യമായി കണ്ണുകൾക്കല്ല അന്ധത. ഇതൊക്കെ കാണുന്നു. സഞ്ചരിക്കുമ്പോൾ, ഭൂമിയിൽ ഇറങ്ങിയാൽ, ഭൂമിയിലേക്ക് കാലെടുത്ത് വച്ചാൽ, പുറത്തിറങ്ങിയാൽ പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ കണ്ണുകൾക്കല്ല അന്ധത. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, നെഞ്ചിനകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത. ഹൃദയത്തിന്റെ അന്ധത നീങ്ങണം. ഹൃദയത്തിന്റെ അന്ധത, അപ്പോൾ മാത്രമേ ആ അന്ധത നീങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കൂ, അഥവാ ഹൃദയം തുറന്നു വെക്കൂ. അങ്ങനെ മനസ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരം ഷർറുകളിൽ നിന്ന്, ആ ചിന്തയുടെ പ്രവാഹങ്ങളിൽ നിന്ന് മാറി അങ്ങനെ ആ മാറുന്നതോടുകൂടെ ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങും.
ഇപ്പോൾ പ്രവർത്തിക്കുന്നതൊക്കെ ഈ മനസ്സിന്റെ ഭാഗത്തിനാണ്. മനസ്സ് തലയിലാണ്. ചിന്തിക്കുന്നത് ആ ചിന്തകളൊക്കെ തലയിൽ നിന്ന് വരുന്നതാണ്. ആ പ്രവാഹത്തിൽ നിന്ന് ഹൃദയം ചിന്തിക്കാൻ തുടങ്ങും, ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങും, ഹൃദയത്തിന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരും. അതാണ് ഖുലൂബുൻ യഖിലൂന ബിഹ, ചിന്തിക്കുന്ന ഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുക. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ്സുദൂർ. ആ നെഞ്ചകത്തുള്ള ഹൃദയത്തിന്റെ കണ്ണും കാതും ചിന്തയും വളർന്നു വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഇത്ര ഗൗരവത്തിൽ സംസാരിച്ചത്, വളരെ ദീർഘമായി സംസാരിച്ചത്. നമുക്ക് നാം തുടങ്ങി വെച്ച വായന തുടരാം. ആ വായന ഹൃദയം കൊണ്ടുള്ള വായനയാണ്. ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ഉള്ള ആ കാഴ്ച ഹൃദയത്തിലേക്ക് കയറുന്ന കാഴ്ചയായി, ഹൃദയം കൊണ്ട് കാണുന്ന, ഹൃദയം കൊണ്ട് കേൾക്കുന്ന, ഹൃദയം കൊണ്ടുള്ള ഒരു വായന. ആ വായന നാം ജീവിതകാലം മുഴുവനും നടക്കേണ്ട ഒരു വായനയാണത്. ആ വായന റബ്ബിനെ അറിയുവാനുള്ള വായനയാണ്. ആ സംഗതിയാണ് ആദ്യ വചനങ്ങളിൽ നാം സൂചിപ്പിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമം നീ വായിക്കുക. റബ്ബിന്റെ നാമം, റബ്ബ് എന്ന നാമം, റബ്ബിന്റെ വിശിഷ്ട നാമങ്ങൾ, അത് നീ വായിക്കുക. ആ വായന ജീവിതകാലം മുഴുവനും തുടരേണ്ടതാണ്, മരണം വരെ തുടരേണ്ടതാണ്. പക്ഷേ അത് ഹൃദയം കൊണ്ടായിരിക്കണം, ഹൃദയം കൊണ്ടുള്ള വായന ആയിരിക്കണം. ഇങ്ങനെ അള്ളാഹുവിനെ അറിയുവാനുള്ള ഈ വായന എന്തിനാണ്? ആ വായന അവനെ അറിയുവാൻ വേണ്ടി മാത്രമായിരിക്കണം, ഏകമായൊരു ലക്ഷ്യമായിരിക്കണം. കുറെ ഭാവപ്രകടനത്തിനല്ല, വേഷം മാറി നടക്കാനല്ല, എല്ലാം അറിയുന്നവൻ എന്ന ഒരു ഭാവത്തിൽ നടക്കാനല്ല, പണ്ഡിതനാണ് എന്ന് ജനം അറിയാൻ വേണ്ടിയുള്ള അറിവല്ല, വായനയല്ല, അറിവ് വിറ്റ് ജീവിക്കാനുമല്ല, ഒരു ഉപജീവന മാർഗം കണ്ടെത്താനുള്ള വായനയല്ല ഇത്. ഇത് അള്ളാഹുവിനെ അറിയുവാൻ വേണ്ടി മാത്രമുള്ള വായന. അവനെ അറിയുന്നതോടുകൂടെ, അവനെ അറിയുന്നവനായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. പലതും നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകും, പല പ്രശ്നങ്ങളും തീരും. പല പ്രശ്നങ്ങളല്ല, മുഴുവൻ പ്രശ്നങ്ങളും തീരും. ആ പ്രശ്നങ്ങൾ തീരുന്നതോടുകൂടെ നിറഞ്ഞ ശാന്തിയും സമാധാനവും ജീവിതത്തിൽ കടന്നു വരും. ശാന്തമായൊരു ജീവിതം, സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതത്തിന്റെ, ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഭക്ഷണത്തിന്റെ രുചി അറിയുന്നില്ലല്ലോ, കാരണം ചിന്താലോകത്തല്ലേ. കുളിക്കുന്നതിന്റെ ടേസ്റ്റ് അറിയുന്നില്ലല്ലോ, നമ്മളെന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ, വരാനിരിക്കുന്നതിനെ പറ്റി, കഴിഞ്ഞതിനെ പറ്റി. ഈ നിമിഷത്തിൽ അല്ലല്ലോ നമ്മൾ. ഇങ്ങനെ ജീവിതത്തിന്റെ ടേസ്റ്റ് അറിയാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ, അതൊക്കെ ഞാൻ തന്നെ ചെയ്ത്, എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ ഒരു ദുരിതം, ഞാൻ തന്നെ അത് പൂർത്തിയാക്കണം, ഞാൻ തന്നെ ചെയ്യണം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ശക്തനായ, എല്ലാം അറിയുന്ന ഒരുത്തൻ എൻ്റെ കൂടെയുണ്ട്. അവനെൻ്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്നവനാണ്. കല്ലാ ഇന്ന മഈ റബ്ബി, അല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന അറിവ് വരുന്നതോടുകൂടെ നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് സംഭവിക്കുക. നമുക്ക് വേണ്ട സമയത്താണ് അത് സംഭവിക്കുക. ഞാൻ തീരുമാനിക്കുന്ന സമയത്തല്ല. എപ്പോഴാണോ എനിക്ക് വേണ്ടത് ആ സമയത്ത് റബ്ബ് അതെനിക്ക് അനുവദിച്ചു തരും. ഞാൻ തന്നെ ചെയ്യണം, ഇപ്പോൾ തന്നെ നടക്കണം. എൻ്റെ ഒരു ദുരിതം എങ്ങനെയാണിത് പൂർത്തിയാക്കുക തുടങ്ങിയ എല്ലാ തരം ടെൻഷനുകളിൽ നിന്നും മാറി എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പ്രയത്നം അറിയുന്നവനാണവൻ, എൻ്റെ ഹൃദയം അറിയുന്നവനാണവൻ, എൻ്റെ ഹൃദയത്തിനകത്തിലുള്ള ഓരോ വികാരങ്ങളെയും അറിയുന്നവനാണ്, എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുന്നവനാണ് അവൻ, അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന കൃത്യമായൊരു അറിവ് ലഭിക്കുന്നതോടുകൂടെ ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നമ്മിലേക്ക് കടന്നു വരും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, അവനുള്ളതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ, സർവാനുഗ്രഹങ്ങളുടെയും ഖജനാവുകളുടെ താക്കോൽ അത് അവന്റെ പക്കലാണ്. യബ്സുതു റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആഹാരം വിശാലമാക്കും. ഒരു വ്യവസ്ഥയുമില്ലാതെയായിരിക്കും വരുന്നത്. ധനത്തിന് കിട്ടാൻ ചില വ്യവസ്ഥകളുണ്ടല്ലോ, ആ വ്യവസ്ഥകൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള വല്ലാത്ത വിശാലമായ ഒരു റിസ്ക് ചില ആളുകൾക്ക് വരും. വയഖ്ദിറു ലിമൻ യശാഉ, എന്നാൽ ചില ആളുകൾക്ക് പരിമിതമായ വ്യവസ്ഥ അനുസരിച്ച് മാത്രമേ കിട്ടൂ, അധ്വാനിച്ചതിന് മാത്രം. മറ്റുള്ളവർക്ക് അതൊന്നുമല്ല, ഈ തുറന്നു കൊടുക്കുക. അള്ളാഹുവിന്റെ പക്കലാണ് ഈ ഖജനാവിന്റെ താക്കോൽ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോൽ അവന്റെ പക്കലാണ്. അവനാണ് എൻ്റെ കൂടെ ഉള്ളത്, അവനാണ് എൻ്റെ ഹൃദയം അറിയുന്നത്, അവനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, അവനെയാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓരോ ചലനങ്ങളിലും, എൻ്റെ ഓരോ ഇറക്കങ്ങളിലും, എൻ്റെ ഓരോ തീരുമാനങ്ങളിലും ഞാൻ അവനെയാണ് ഓർക്കുന്നത്. അവനിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഓരോ കാൽവെപ്പുകളും. ഈ ബോധം വരുന്നതോടുകൂടെ, റബ്ബിനെ അറിയുന്നതോടുകൂടെ വലിയ ഒരു ശാന്തിയുടെ, സമാധാനത്തിന്റെ ലോകത്തേക്ക്, തീരത്തേക്കാണ് എത്തിപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവസാനത്തെ ശ്വാസം പിടിക്കുന്ന അവന്റെ ആത്മാവിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ പോലും പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, റബ്ബിലേക്ക് തിരിച്ചു പോകാം, മരിച്ചു പോകാം, ഈ ലോക ജീവിതം അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തി നിറഞ്ഞ, സമാധാനം നിറഞ്ഞൊരു ആത്മാവിനോടാണ്. എന്തെല്ലാം വെപ്രാളങ്ങളും എന്തെല്ലാം തരത്തിലുള്ള വൈകാരികമായ അവസ്ഥയിലുമാണ് മനുഷ്യൻ. ഒരു ചെറിയൊരു രോഗം വന്നാൽ, ചെറിയൊരു പ്രയാസം വന്നാൽ, ശാന്തി ലഭിക്കാത്തത്, സമാധാനം ലഭിക്കാത്തത്, റബ്ബിനെ പറ്റിയുള്ള ദിക്ർ വരുന്നില്ല. ദിക്ർ വരാതിരിക്കാൻ തടസ്സം അവന്റെ ഹൃദയത്തിനെ ബാധിച്ചിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുമ്പോഴാണ് അവനിലേക്ക് ശാന്തിയും സമാധാനവും ദിക്റും കടന്നു വരികയുള്ളൂ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ അവന് സാധിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചു, ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ഹേ മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്നാണ് അറിയേണ്ടത്. ഫിർഔനിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചു കൊടുക്കുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ അത് വിവരിച്ചു തരുന്നു. ഖാല റബ്ബുനല്ലദീ ആതാ കുല്ല ഷൈഇൻ, നമ്മുടെ റബ്ബ് എല്ലാത്തിനും എല്ലാം നൽകിയവനാണ്. ആതാ കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും നൽകിയവനാണ് നമ്മുടെ റബ്ബ്. കുല്ല ഷൈഇൻ ഖൽഖഹു, അതിൻ്റെ സൃഷ്ടിപ്പും, അഥവാ എന്നെ സൃഷ്ടിച്ച് എനിക്കാവശ്യമുള്ളതെല്ലാം നൽകിയവൻ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, അതിനാവശ്യമുള്ളതെല്ലാം നൽകിയവൻ. മറ്റാരും ഒന്നും നൽകിയിട്ടില്ല. എനിക്കാവശ്യമുള്ളതെല്ലാം നൽകിയവൻ. എനിക്ക് കണ്ണ്, അതിന് കാഴ്ച, കാത്, അതിന് കേൾവി, എൻ്റെ ഹൃദയം, എൻ്റെ തലച്ചോറ്, എൻ്റെ ഈ ശരീരം, അതെല്ലാം ആതാ കുല്ല ഷൈഇൻ. എനിക്ക് കൈകൾ, കാലുകൾ, ആതാ കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും നൽകിയവനാണ് എൻ്റെ റബ്ബ് എന്ന ബോധതലത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മാത്രമേ ശുക്ർ കടന്നു വരൂ. ശുക്ർ നമ്മൾ വിവരിക്കേണ്ടതാണ്. എന്താണ് ഹംദും ശുക്റും? അത് രണ്ടും വേർതിരിച്ച് തന്നെ അറിയേണ്ടതുമാണ്. അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ യാത്രക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ,
പിന്നെ അവൻ എല്ലാത്തിനും വഴി കാണിച്ചു കൊടുത്തവൻ. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിനെ അറിയേണ്ടത് ആരാണ്? ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗമോ? സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം അറിയേണ്ടതാണ് അള്ളാഹുവിനെ? അതോ മനുഷ്യരായ എല്ലാവരും അള്ളാഹുവിനെ അറിയേണ്ടവരല്ലേ? ആ ഒരു ജ്ഞാനം, ആ ഒരു ഇൽമ് എല്ലാവർക്കും വേണം. എല്ലാവരോടും ഖബറിലെ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക. അവിടെ ആരാ കൂടെ ഉണ്ടാവുക? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് ബോധ്യപ്പെട്ടവനാണ്, എൻ്റെ ജീവിതകാലത്തിലുള്ള സംഭവിച്ച എല്ലാം നൽകിയവൻ, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ, എനിക്ക് ജന്മം നൽകിയവൻ, എന്നെ ഈ ഭൂമിയിൽ ജീവിപ്പിച്ചവൻ, എന്നെ മരിപ്പിച്ചവൻ എൻ്റെ റബ്ബാണ് എന്ന് പറയാൻ അതിന് ഒരു വലിയ ശാസ്ത്രകാരനാവേണ്ടതില്ല, വലിയ ബുദ്ധിമാനാകേണ്ടതില്ല. ആ ജ്ഞാനം നേടാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചു തന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. ആ വായന നടക്കണം ഇൻഷാ അല്ലാഹ്. തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ആ വായന നടക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളെ യഥാവിധി ബോധ്യപ്പെടാൻ റബ്ബിൻ്റെ യഥാർത്ഥ സൃഷ്ടികളായി, അവൻ്റെ അടിമകളായി, അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.